ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഭയപ്പെടേണ്ട, ദൈവം എന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ദൈവം എന്നോട് കൂടെയുണ്ട്. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഞാൻ നിന്റെ സന്തതിയെ കിഴക്ക് നിന്ന് കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. മനസ്സിലായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ. മനസ്സിലായവർ, ഈ വചനം മനസ്സിലായോ? ആരാ സന്തതികൾ? ദൈവമക്കളെ തെരഞ്ഞെടുത്തിട്ട് പറയുക, നിന്റെ സന്തതികളെ, നീ എൻ്റേതാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയതാണ്. ഞാൻ നിന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഞാൻ നിന്നെ പുതിയ സൃഷ്ടിയായി ജനിപ്പിച്ചിരിക്കുക. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. ഞാൻ നിന്നെ ഒരു കാര്യത്തിന് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുക. എന്തിനാണെന്നറിയോ? നീ മുഖാന്തരം അനേകർ യേശു കർത്താവിനെ അറിയുവാൻ, നീ മുഖാന്തരം അനേകർ സത്യദൈവത്തെ അറിയുവാൻ, നീ മുഖാന്തരം അനേകർ സഭയിലേക്ക് വരുവാൻ, അവരെയാണ് നിന്റെ സന്തതികൾ എന്ന് പറയുന്നത്. നീ വചനം പറഞ്ഞ് ഒരുവൻ വിശ്വാസത്തിൽ വന്നാൽ ദൈവം അവനെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ആ വ്യക്തി പുതുതായി ജനിക്കും. ശരിയല്ലേ? കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ ഒരുവൻ പുതിയതായി ജനിക്കും, പുതിയ സൃഷ്ടിയാകും. ആ ജനിക്കുന്ന പുതിയ സൃഷ്ടി, സന്തതി, നിന്റെ സന്തതിയായിട്ടാണ് ദൈവം എഴുതി വെക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ രാഹുൽ ട്രാക്ട് കൊടുത്തു, സുവിശേഷം പറഞ്ഞു. ഒരു വ്യക്തി വിശ്വാസത്തിൽ വന്നാൽ ദൈവത്തിൻ്റെ ബുക്കിൽ ആ വ്യക്തിയുടെ പേരിൻ്റെ നേരെ സൺ ഓഫ് രാഹുൽ. ഹല്ലേലൂയ. സൺ ഓഫ് രാഹുലിൻ്റെ വയസ്സ് ചിലപ്പോൾ 10 വയസ്സ് ആകാം, 15 വയസ്സാകാം. ആത്മാവിൽ അത് വിഷയമല്ല. ഇത് ആത്മാവിൽ സൃഷ്ടിക്കപ്പെടുന്ന, ആത്മാവിൽ പുതുതായി ജനിക്കുന്ന സന്തതികളെ കുറിച്ചായി പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസേട്ടൻ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞു. ആ വ്യക്തി വിശ്വസിച്ചു. ആ വ്യക്തി സഭയിലേക്ക് വരികയാണ്. രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായി ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോസേട്ടന്റെ നേരെ സ്വർഗത്തിലെ ബുക്കിൽ എഴുതി വെക്കും, സൺ ഓഫ് ജോസ്, നിന്റെ സന്തതി, നിന്റെ സന്തതികളെ കർത്താവ് വരുത്തുകയാണ്. ഇവിടെ വചനം പറയുക, നിന്നെ തെരഞ്ഞെടുത്തത്, നിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തത്, നിന്നെ രൂപപ്പെടുത്തി എടുക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാ. കാരണം കർത്താവിന് ഇങ്ങനെ, ആ വചനം 5-ാം വചനം ഒന്നും കൂടെ വായിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് കൊണ്ടുവരും, പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും, വളരെ ദൂരത്ത് നിന്ന് പോലും. ചിലർ ഇവിടെ ഇരിക്കുന്നവർ സോഷ്യൽ മീഡിയ വഴിയായിരിക്കും സെൻഡ് ചെയ്യുന്നത് വചനം. അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് നമുക്കിപ്പോൾ നമ്മളുടെ വീഡിയോ, മെസ്സേജിന്റെ വീഡിയോ, അതുപോലെ ഡെയിലി നമ്മൾ വേർഡ്, ഇതെല്ലാം ഇടുന്നുണ്ട്. ചർച്ചിന്റെ ചാനൽ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. പറ്റുന്നവർക്ക് നിങ്ങളത് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വഴി ആ വചനം കിഴക്ക് പടിഞ്ഞാറ് ദൂരത്തെ ദേശത്ത് എത്തുകയാണ്. അവർ ആ വചനം വായിക്കുമ്പോൾ നിങ്ങൾ അയച്ചത് കൊണ്ടല്ല അത്ഭുതം നടക്കുന്നത്, ആ വചനത്തിൽ ആത്മാവും ജീവനുമുള്ളത് കൊണ്ട് ചിലരെ അത് സ്പർശിക്കുക തന്നെ ചെയ്യും. അവർ വീണ്ടും ജനിക്കുവാൻ ഇടയാകുമ്പോൾ അവർ നിന്റെ സന്തതി എന്ന പേരിൽ അറിയപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ അനേകം മക്കളുള്ളവരായിട്ട് വേണം നിത്യതയിലേക്ക് ചെല്ലാൻ. അവിടെ ചെല്ലുമ്പോൾ അനേകർ നിന്നെ വരവേൽക്കുവാനുണ്ടായിരിക്കണം. അനേകർ നിന്നെ അവരുടെ കൂടാരങ്ങളിൽ എതിരേൽക്കുവാനുണ്ടായിരിക്കണം. അനേകം മക്കളെ സമ്പാദിച്ചുകൊണ്ട് വേണം നിത്യതയിലേക്ക് പോകുവാൻ. ചിലർ പറയുന്നു, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ, എങ്ങനെയെങ്കിലും അങ്ങ് എടുത്താൽ മതി. ദൈവം നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് ഇങ്ങോട്ട് വിട്ടതാ, വില കൊടുത്ത് രക്തം കൊടുത്ത് വീണ്ടെടുത്തതാ, രൂപപ്പെടുത്തി ഈ ഒരു കാര്യത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുക. എന്നിട്ടാ പറയുന്നത്, ഹല്ലേലൂയ, വല്ല വിധേനയും അതല്ല നിന്നെ കുറിച്ചുള്ള പദ്ധതി. അവിടെ എത്തും, അതൊക്കെ ദൈവത്തിന്റെ സമയത്ത് കർത്താവ് ചെയ്യും. എന്നാൽ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുക, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും
അനേകർ നീ വഴി, നീ ഷെയർ ചെയ്യുന്ന മീഡിയയിൽ നിന്നാവാം, സോഷ്യൽ മീഡിയയിൽ നിന്നാകാം, നീ നേരിട്ട് ട്രാക്ട് കൊടുക്കുന്നവരാകാം, വചനം പറയുന്നവരാകാം, നിന്റെ സന്തതികളെ അവൻ ചേർക്കും. കരമുയർന്നു ഒരു ആമേൻ അങ്ങ് പറ, ഒരു ആമേൻ പറ. വിശ്വാസത്തോടെ നീ വിശ്വസിക്കുമെങ്കിൽ ദൈവം അത് ചെയ്യും. അത് നിന്റെ കഴിവ് കൊണ്ടല്ല. ചിലർ ഇപ്പോഴും സ്വയം നോക്കിക്കൊണ്ടിരിക്കുക. ഓ, ഞാൻ പറഞ്ഞാൽ ശരിയാവൂ, നീ പറഞ്ഞാൽ ശരിയാവില്ല. അത് ഉറപ്പിച്ചോ. പക്ഷേ നീ പറഞ്ഞതിന്റെ ശരി കൊണ്ടല്ല അവൻ വിശ്വാസത്തിൽ വരുന്നത്. നീ പറയുന്നവന്റെ പേര് കൊണ്ടാണ് അവൻ വിശ്വാസത്തിൽ വരുന്നത്. നീ പറയുന്നവന്റെ പേര് ശക്തമായ ജീവനും ചൈതന്യവും നിറഞ്ഞ പേരായതുകൊണ്ടാ അവൻ വിശ്വാസത്തിൽ വരുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നിന്നെ കണ്ടിട്ടൊന്നുമല്ല. അതൊരു സംശയമായിരിക്കുകയാണെങ്കിൽ അത് ഉറപ്പിച്ചോ. അതൊന്നും നോക്കിയല്ല. നീ പറയുന്നവന്റെ പേര്, ആ പറയുന്ന വചനത്തിലുള്ള ശക്തി കൊണ്ട് അവൻ നിന്റെ സന്തതിയായി കർത്താവിനെ അറിയുവാനിടയാകും. ഹല്ലേലൂയ. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുത് എന്നും കൽപ്പിക്കും. എന്താന്ന് മനസ്സിലായോ? നീ അങ്ങനെ ചെയ്താൽ, നീ അതുപോലെ പറഞ്ഞു തുടങ്ങിയാൽ എന്നാലേ ഇത് സംഭവിക്കുകയുള്ളൂ. നീ ആദ്യം ഇത് വിശ്വസിക്കണം, വചനം പറഞ്ഞു തുടങ്ങണം, ട്രാക്ട് കൊടുത്തു തുടങ്ങണം, സോഷ്യൽ മീഡിയയിൽ അനേകർക്ക് ഇത് ഷെയർ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ദൈവം വടക്കിനോട് തരിക എന്നും തെക്കിനോട് വിട്ടു തരിക എന്നും കൽപ്പിക്കും. ഹല്ലേലൂയ. എങ്ങനെ പറയുന്നത്? ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുത് എന്നും കൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ വടക്കും തെക്കും ആദ്യം പലരും തടഞ്ഞു വെച്ചവരായിരുന്നില്ല. അവർ നീ പറഞ്ഞപ്പോ പോന്നു. ഇനി തടഞ്ഞു വെച്ചിരിക്കുന്ന ചിലരുണ്ട്. ഈ സത്യസുവിശേഷത്തിന്റെ വെളിച്ചം അറിയാതിരിക്കേണ്ടതിന് പിശാച് അവരുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുന്നു. വചനം പറയുക, അനേകരെ പിശാച് തടഞ്ഞു വെച്ചിരിക്കുക. നീ വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചത് ചെയ്യുമ്പോൾ ദൈവം പറയുക, ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുത് എന്നും കൽപ്പിക്കും. പിശാചിനോട് ദൈവം കൽപ്പിക്കും, തടുത്തു വെക്കരുത്. എന്റെ മകനാ എഴുന്നേറ്റിരിക്കുന്നത്, എന്റെ മകൻ എന്നോട് വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചിരിക്കുക, നീ തടുത്തു വെക്കരുത് എന്ന് കൽപ്പിക്കുന്ന സ്വരം പിശാചിന്റെ മുന്നേ വരും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പറയുക, വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുത് എന്നും ഞാൻ കൽപ്പിക്കും. ചില ദുഷ്ടന്റെ കെണികളിൽ പെട്ടിരിക്കുന്നവർ, തകർച്ചയിൽ പെട്ടിരിക്കുന്നവർ, രോഗത്തിൽ പെട്ടിരിക്കുന്നവർ, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവർ, കുടുംബം തകർന്ന അവസ്ഥയിൽ ഇരിക്കുന്നവർ, അവരെ കെട്ടിവെച്ചിരിക്കുക. എന്നാൽ നീ ചെന്ന് നിർമ്മലതയോടെ സുവിശേഷം പറയുമ്പോൾ, നീ ചിലത് ഷെയർ ചെയ്യുമ്പോൾ ദൈവം അവിടെ കൽപ്പിക്കും. സ്തോത്രം. തരിക എന്ന് കൽപ്പിക്കും, തടുത്തു വെക്കരുത് എന്ന് കൽപ്പിക്കും. അപ്പോൾ പിശാചിന്റെ പിടിയിൽ നിന്ന് അനേകർ ദൈവരാജ്യത്തിലേക്ക് വരുവാൻ കാരണമാകും. അനേകർ നിന്റെ സന്തതി എന്ന ആ പേരിലേക്ക് വരുവാൻ കാരണമാകും. കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ, ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുത് എന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും ഞാൻ കൊണ്ടുവരും. ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റത്ത് നിന്ന്, ദൂരത്ത് നിന്ന് പോലും നിന്റെ പുത്രന്മാരും പുത്രിമാരും കടന്നു വരുവാനിടയാകും. സഭയിലേക്ക് അനേകം സന്തതിമാരെ നീ മുഖാന്തരം കൊണ്ടുവരുവാനിടയാകും. നിന്റെ മക്കൾ സഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കും. ദൂരത്ത് നിന്ന് പോലും ചില മക്കൾ നീ മുഖാന്തരം കർത്താവ് സൃഷ്ടിച്ചെടുക്കുവാനിടയാകും. ഹല്ലേലൂയ. നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് എഴുതി വെച്ചിരിക്കുക. അതിനുശേഷം എത്രയോ വ്യക്തമായി യേശു കർത്താവ് ഇത് സ്പഷ്ടമായി സംസാരിച്ചു. ശിഷ്യന്മാർ ഇത് മാതൃക കാണിച്ചു തന്നു. സ്വന്തം ജീവൻ പോലും ഈ സത്യസുവിശേഷത്തിന് വേണ്ടി അവർ നഷ്ടപ്പെടുത്തി. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും നമ്മളെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കും? എന്ത് എക്സ്ക്യൂസ് നീ ദൈവത്തോട് പറയും? സ്വയം ആലോചിച്ച് നോക്ക്. വ്യക്തതയോടെ പ്രവാചകന്മാർ മുഖാന്തരം രക്ഷയെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും ദൈവവേല ചെയ്യുന്നതിനെക്കുറിച്ചും സന്തതികൾ നീ മുഖാന്തരം ഉണ്ടാകേണ്ടതിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി അരുളി ചെയ്തിട്ട് യേശു കർത്താവ് ജീവൻ നൽകി, രക്തം നൽകി അത് ചെയ്തു തീർത്തിട്ട്
ശിഷ്യന്മാർ അനേകം തവണ ഈ സുവിശേഷം പറഞ്ഞിട്ടും നിനക്കിത് തിരിയുന്നില്ലെങ്കിൽ, നിന്റെ കംഫർട്ട് സോണിലാണ് നീ ഇന്നും ജീവിക്കുന്നതെങ്കിൽ, നിന്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയാണ് ഇന്നും നീ ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ, എന്ത് മറുപടി നീ ദൈവത്തോട് കൊടുക്കും? നിന്നെ ഏൽപ്പിച്ച വേല നീ ചെയ്തുവോ എന്ന് ദൈവം നിന്നോട് ചോദിക്കും. ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത് നിയോഗിച്ച വേല നീ തീർത്തുവോ എന്ന് ദൈവം നിന്നോട് ചോദിക്കും. നിന്റെ സമയത്തെ നീ പാഴാക്കി കളഞ്ഞുവോ എന്ന് ദൈവം നിന്നോട് ചോദിക്കും. ആ സമയം സന്തോഷത്തോടെ, കർത്താവേ, ഞാൻ കഴിയുന്നത് പോലെ സുവിശേഷം പങ്കുവെച്ചു, ഞാൻ കഴിയുന്നവരോട് വചനം പറഞ്ഞു, ഞാൻ കഴിയുന്നവരോട് സോഷ്യൽ മീഡിയയിലെല്ലാം ഷെയർ ചെയ്തു. കർത്താവെ, അങ്ങയുടെ നാമത്തെ ഞാൻ മറച്ചു വെച്ചില്ല. അനേകം സന്തതിമാർ കർത്താവ് എന്നിലൂടെ ഉളവാകുവാൻ കാരണമായി. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ നിനക്ക് സാധിക്കുമോ?